തുടക്കം ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായി. ആദ്യ ചിത്രം പരാജയം. ഇന്ന് താരറാണി. അവസാന ചിത്രങ്ങൾ നേടിയത് 3600 കോടി. ആദ്യ സിനിമ തന്നെ വൻ പരാജയം നേരിടേണ്ടി വരിക. സിനിമയിലെ ഭാവി ഒരു ചോദ്യചിഹ്നമായി നിൽക്കുക. പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും മുൻപിൽ ഉത്തരമില്ലാതാവുക. ഏതൊരു പുതുമുഖവും സ്വാഭാവികമായി നേരിടേണ്ടി വന്നേക്കാവുന്ന ഈ അവസ്ഥയിലൂടെയാണ് ബോളിവുഡ് താരം ദീപിക പദുക്കോണും കടന്നുപോയത്. ഇത് മറികടക്കാനാവാതെ സിനിമാ മേഖല വിട്ടുപോയവർ നിരവധിയാണ്. എന്നാൽ തോറ്റു പിന്മാറാതെ മുന്നോട്ട് കുതിച്ചവരുമുണ്ട്. അങ്ങനെയാണ് ദീപിക ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളായി മാറിയത്. അഭിനയ രംഗത്ത് കടന്നു വരുന്നതിനു മുൻപേ ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിരുന്നു ദീപിക. അഭിനയ രംഗത്ത് ചുവടുവെക്കുന്നത് തെന്നിന്ത്യൻ ചിത്രമായ ഐശ്വര്യയിലൂടെയാണ്. ബോക്സ് ഓഫീസിൽ വൻ പരാജയമാണ് ചിത്രം ഏറ്റുവാങ്ങിയത്. അഭിനയം തുടർന്ന ദീപിക വൈകാതെ ബോളിവുഡിലും അരങ്ങേറ്റം കുറിച്ചു. സൂപ്പർ താരം ഷാരൂഖ് ഖാനൊപ്പം ഓം ശാന്തി ഓം ശാനയിലാണ് അരങ്ങേറിയത്. ബോക്സ് ഓഫീസിൽ കത്തിക്കയറിയ ചിത്രം വൻ വിജയമാണ് സ്വന്തമാക്കിയത്. ലോകമെമ്പാടും 148 കോടി രൂപയോളം നേടി. അതോടെ ദീപികയുടെ തലവര കുറിക്കപ്പെട്ടു. ഈ താരസുന്ദരിയുടെ വിസ്മയ പ്രകടനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു പിന്നീടുള്ള പതിറ്റാണ്ട്. യേ ജവാനി, ഹേ ദിവാനി, കോക്ടൈൽ, ലവ് ആജ്കൽ, പിക്കു, ചീനൈ എക്സ്പ്രസ്, പത്മാവതി എന്നിങ്ങനെ ദീപിക കരഞ്ഞും കലഹിച്ചും ബോളിവുഡിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നു. ഹിറ്റ് ചിത്രങ്ങളുടെ നീണ്ട നിരയായിരുന്നു പിന്നീട് അങ്ങോട്ട്. 2024 എത്തി നിൽക്കുമ്പോഴും ആ കുതിപ്പിന് വിരാമമില്ല. റിപ്പോർട്ടുകൾ പ്രകാരം ദീപികയുടെ അവസാന 4 ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 3600 കോടി രൂപയാണ്. ഷാരൂഖ് നായകനായ പത്താനിലാണ് 2023 തുടക്കം. ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നേടിയതാകട്ടെ 1050 കോടി രൂപ. അടുത്ത ചിത്രവും ഷാരൂഖിനൊപ്പം തന്നെയായിരുന്നു. ഈ ജോഡികളുടെ ജവാൻ സിനിമ ബോളിവുഡിൽ തരംഗം തീർത്തു. 1150 കോടിയോളം രൂപയാണ് ചിത്രം നേടിയത്. ഹൃത്തിക് റോഷനുമൊപ്പം പുറത്തിറങ്ങിയ ഫൈറ്റർ ലോകമെമ്പാടും 358 കോടിയോളം രൂപ നേടി. അടുത്തിടെ പുറത്തിറങ്ങിയ കൽക്കി 2898 AD നേടിയതാകട്ടെ 1042 കോടി രൂപ. കോടികൾ കൊണ്ട് ബോക്സ് ഓഫീസിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് ദീപിക പദുക്കോൺ. ഒരു സിനിമയ്ക്ക് 20 കോടിയോളം രൂപയാണ് നടി പ്രതിഫലമായി വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ട്. രോഹിത് ഷെട്ടിയുടെ സിംഗം അഗൈൻ ആണ് ദീപികയുടെ പുറത്തിറങ്ങാനുള്ള ചിത്രം. ഈയിടെയാണ് താരദമ്പതികളായ ദീപികയ്ക്കും രൺവീർ സിംഗിനും പെൺകുഞ്ഞ് പിറന്നത്. കുഞ്ഞ് പിറന്നതിന് ശേഷം മാതൃത്വം ആഘോഷിക്കുന്ന ദീപികയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഗർഭകാലത്ത് ദീപിക ക്രൂരമായി സോഷ്യൽ മീഡിയ ട്രോളുകൾക്ക് ഇരയായിരുന്നു. ഗർഭം അഭിനയിക്കുകയാണെന്നും ദീപിക വാടക ഗർഭത്തിന് ഒരുങ്ങുകയാണെന്നും പലരും കമന്റ് ചെയ്തു. എന്നാൽ പ്രസവത്തിന് മുൻപ് ഗർഭധാരണ ഫോട്ടോഷൂട്ടിലൂടെയാണ് ദീപിക ഇതിന് മറുപടി നൽകിയത്. ഇറ്റലിയിലെ കോമോ തടാകത്തിന്റെ പശ്ചാത്തലത്തിൽ 2018 നവംബർ 14 രൺവീർ സിംഗും ദീപിക പദുക്കോണും വിവാഹിതരായത്.